പയ്യന്നൂരിലെ തോൽവിക്ക് പിന്നാലെ ഒരു വിഭാഗം CPIM നേതാക്കൾക്കെതിരായ ഒറ്റുകാർ പ്രചാരണത്തിനെതിരെ നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ. രക്തസാക്ഷി ഫണ്ട് വിവാദം പാർട്ടിയിൽ ഉന്നയിച്ചപ്പോൾ തന്നോടൊപ്പം നിന്നവരെയാണ് ആക്രമിക്കുന്നത്. വ്യാജ പ്രൊഫൈലുകളിൽ നിന്നാണ് പ്രചാരണം നടക്കുന്നത് എന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഈ ഫണ്ട് വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയത്തോടൊപ്പമായിരുന്നു ഈ പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ. ഇവർ മാത്രമൊന്നുമല്ല, അവർക്കിപ്പോൾ വിരോധം തോന്നുന്ന കുറേ ആളുകളുടെ ചിത്രം കൊടുത്ത് അവരെ ജനങ്ങൾക്കിടയിൽ ഒറ്റുകാരായി ചിത്രീകരിക്കാൻ വളരെ ബോധപൂർവമായ ശ്രമമാണ്. പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെയുള്ളതാണ്. അതൊരു ഫേക്ക് ഐഡിയ. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു ഐഡിയ ആണ് ഈ പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത്. അർജുൻ കല്യാടുണ്ടായ വിവരങ്ങൾ നൽകാൻ. അർജുൻ, അപ്പോൾ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പയ്യന്നൂർ പിടിച്ചെടുത്ത വി കുഞ്ഞികൃഷ്ണൻ കണ്ണൂർ CPM-ൽ പയ്യന്നൂർ CPM-നുള്ളിൽ കൊളുത്തിവിട്ട ആ ഒരു ഫയറുണ്ട്. അതങ്ങനെ ഉടനെയൊന്നും കെട്ടുപോകുന്നതുമല്ല. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളും ഒക്കെ തന്നെ പയ്യന്നൂരിൽ തലപൊക്കിയിരിക്കുകയാണ്. അതിൻ്റെ ചില സൂചനകളും ചില ചിത്രങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പയ്യന്നൂർ ഡയറീസ് എന്ന പേരിൽ ആദ്യം ഒരു ചിത്രം പുറത്തേക്ക് വരുന്നു. അതിനകത്ത് ഒറ്റുകാർ എന്ന രീതിയിൽ CPM-ന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി, അതുപോലെ തന്നെ അവിടെ നഗരസഭാ അധ്യക്ഷനും DYFIയുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള സലീം ശശി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒറ്റുകാർ എന്ന രീതിയിൽ ഒരു ചിത്രം പ്രചരിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ പറയുന്നത് ഇത് തങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് വരുത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ LDFന്റെ അല്ലെങ്കിൽ TI മധുസൂദനന്റെ കൂടെ നിൽക്കുന്ന ചിലരാണിത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. ഇന്ന് DCC ഓഫീസിലേക്ക് വി കുഞ്ഞികൃഷ്ണൻ എത്തിയ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയിരുന്നു. പയ്യന്നൂർ ഡയറീസിലല്ല ഈ ചിത്രം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ ജോൺസൺ ആൻഡ് നിക്കോൾസ് എന്ന് പറയുന്ന ഒരു പേജിൽ, ഒരു ഫേക്ക് ഐഡിയിലാണ് ഈ ചിത്രം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പേജ് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുള്ള ഒരു ഫേക്ക് ഐഡിയാണ് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന ചിത്രങ്ങൾ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന നേതാക്കളെയൊക്കെ ഒറ്റുകാരാണ് എന്ന് വരുത്തിയിട്ട് അതിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഈ രക്തസാക്ഷി ഫണ്ട് വിവാദം പാർട്ടിക്കകത്ത് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആ ആരോപണത്തിന് പിന്താങ്ങിയിട്ടുള്ളവരാണ് ഈ പറയുന്ന ചിത്രത്തിലുള്ളവർ എന്നുള്ള കാര്യമൊക്കെ വി കുഞ്ഞികൃഷ്ണൻ തന്നെ ഇന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്ത് അന്ന് വി കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകിയിട്ടുള്ള TI മധുസൂദന് എതിരായി നിന്നിട്ടുള്ള അവിടെ രണ്ട് വിഭാഗമാണ്. ഒന്ന് TI മധുസൂദന്റെ വിഭാഗവും മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നു. അപ്പോൾ മറുവിഭാഗത്ത് നിൽക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും പയ്യന്നൂരിൽ വിഭാഗീയത, നേരത്തെ നിലനിന്നിരുന്ന വിഭാഗീയത, അത് പലതരത്തിൽ ഇപ്പോഴും തലപൊക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും അതിൻ്റെ പല രീതിയിലുള്ള പല ഭാവത്തിലുള്ള കാര്യങ്ങൾ പയ്യന്നൂരിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ശരി അർജുൻ, അപ്പോൾ അത് പയ്യന്നൂരിലെ മാത്രം അവസ്ഥയല്ല, കണ്ണൂരിലെ മാത്രം അവസ്ഥയല്ല. അത്ര വലിയൊരു തോൽവിയാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തോൽവി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു തോൽവിയാണ് CPM-നെ നേരിടേണ്ടി വന്നത്. അപ്പോൾ ഒതുങ്ങിയിരുന്ന പല വിഭാഗീയതകളും ഇപ്പോൾ തല പൊക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇത് കാണുന്നുണ്ട്.